ബാക്ക് ടു രുക്മ കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും രുക്മ കിച്ചണിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൂമ്പ് കൊണ്ടുള്ളൊരു കട്ട്ലേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അത് ഞാനൊരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിയായിട്ട് ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് നാരൊക്കെ ഒന്ന് മാറ്റാനായിട്ട് സ്വല്പം വെളിച്ചെണ്ണ കയ്യിൽ തിരുമിയ ശേഷം നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കാം. വെളിച്ചെണ്ണ കയ്യിൽ തൂത്തിട്ട് നന്നായിട്ട് ഈ ഒരു വാഴക്കൂമ്പ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞത് നമുക്ക് തിരുമിയെടുക്കാം. അപ്പോൾ അതിനകത്ത് ചെറിയ നാരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ ചെറിയ നാരുകൾ. അപ്പോൾ അത് ഒന്ന് മാറ്റി നന്നായിട്ട് ഞാൻ വാഴക്കൂമ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ എന്താ പറയുന്നത്, ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഈ വാഴക്കൂമ്പ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സബോളയാണ്. അത് ഞാനൊരു 3 ഇടത്തര സബോള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് പുഴുങ്ങിയ ശേഷം ഇതുപോലെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞ്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് മതിയാവും. ഇനിയും ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം കടുകിട്ടു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു വറ്റൽമുളക്, 1-2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ച് അതും കൂടെ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പച്ച കറിവേപ്പില ഒന്ന് ഞെരടിയിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഒരു 3 ഇടത്തരം സബോള പൊടിയായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സബോള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് സബോള വഴണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും ചേർത്ത് നന്നായി വഴറ്റി നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മസാലകൾക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇളക്കാൻ. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വാഴ കൂമ്പിൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് കട്ട്ലേറ്റ് അല്ലേ തയ്യാറാക്കട്ടെ, അപ്പോൾ നന്നായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. വാഴക്കൂമ്പ് ഒന്ന് വെന്ത് വരണം. അതിനായിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. കാരണം നമുക്ക് ഉള്ളിയിലൊക്കെ കുറച്ച് വെള്ളമയമൊക്കെ ഉണ്ട്. ആവി കയറിയാൽ തന്നെ ഇത് വെന്തോളും. അപ്പോൾ അടച്ചു വെച്ച് നന്നായി വേവിച്ചിട്ടുണ്ട്. ഇത് അധിക സമയം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ വാഴക്കൂമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മസാലകളും വാഴച്ചുണ്ടും ഒക്കെ അരിഞ്ഞത് ചേർത്ത് നന്നായി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ വാഴക്കൂമ്പ് വളരെ പോഷകമൂല്യമുള്ളതാണ്. നമ്മുടെ എന്താ പറയുക, ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ്. ആൻറ്റി ഓക്സൈഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് തോരനായിട്ടും കട്ട്ലേറ്റായിട്ടും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഞാൻ ശകലം ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതുപോലെ കട്ട്ലേറ്റ് രൂപത്തിലൊക്കെ കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറി വരണം. അതിനായിട്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് നിരത്തിയിട്ട് ഇനി കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ഓവൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഒക്കെ നമുക്ക് എടുക്കാം. എന്തായാലും ഞാനത് മുഴുവനും ഷേപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റൊട്ടിപ്പൊടി വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് റൊട്ടിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റിൻ്റെ ഓരോ പീസും എടുത്ത് ഈ മുട്ടയിലൊന്ന് മുക്കി നന്നായിട്ട് ഡിപ്പ് ചെയ്യണേ. മുട്ടയിൽ നന്നായിട്ട് മുക്കിയ ശേഷം നമുക്ക് റൊട്ടിപ്പൊടിയിലോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് മുട്ടയിൽ മുക്കി റൊട്ടിപ്പൊടിയിലോട്ട് വെച്ച് നന്നായിട്ട് ഫുള്ളൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുക്മ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നൊരു ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ഒരു റൊട്ടിപ്പൊടിയിലോട്ട് നമ്മുടെ മുട്ട അതിൽ മുക്കി വെച്ചിരിക്കുന്നതൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ഈ വാഴച്ചുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ടിട്ട് 2 വശവും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഓരോന്ന് നമുക്കിതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് 4 മണി സമയത്തൊക്കെ ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും. അതിൻ്റെ കൂടെ കുറച്ച് സോസും കൂടെ കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് 2 വശം മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. അധികം വേവാനൊന്നും ഇല്ലല്ലോ, ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ.